കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. ഒരിടത്തൊരിടത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. സാധാരണക്കാരനായി ജനിച്ച അവൻ പടിപടിയായി ഉയർന്ന് സമൂഹത്തിലെ ഉന്നത പദവിയിലേക്കും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിലേക്കും പ്രശസ്തിയിലേക്കും ഉയർന്നു. ഇതിൽ കൂടുതൽ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കാത്തത്? എന്നാൽ തൃപ്തമല്ലാത്ത അവന്റെ മനസ്സ് എന്തിനോ വേണ്ടി വിങ്ങി. അപ്പോൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആശയമാണ് കാരുണ്യസേവ. കാലാകാലങ്ങളിൽ സർക്കാരിലേക്ക് കൊടുക്കാതെ വെട്ടിമാറ്റിവെച്ച സമ്പത്തിന്റെ ഒരംശം കൊണ്ട് മനുഷ്യകുലത്തിലെ താഴ്ന്ന ജീവിത സാഹചര്യങ്ങൾ ഉള്ളവരിലേക്ക് അവന്റെ സമ്പത്തിന്റെ പ്രകാശം ചൊരിഞ്ഞു. അവരുടെ വീടുകളിൽ, രോഗങ്ങളിൽ, വിവാഹങ്ങളിൽ, മരണങ്ങളിൽ, അങ്ങനെ അവരുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും അവൻ കടന്നു വന്നു, ഒരു ദൈവത്തെ പോലെ. ഇതേ സമയം തന്നെ മറ്റൊരു ഗ്രാമത്തിൽ, കാരുണ്യ സേവനമൊന്നും എത്തപ്പെടാത്ത ആ ഗ്രാമത്തിൽ ജീവിക്കാൻ വഴിയില്ലാത്ത ഒരു മനുഷ്യൻ പട്ടിണിയുടെ പാരമ്യത്തിൽ അടുത്ത ഗ്രാമത്തിലെ മോഷണ ശ്രമത്തിൽ പിടിയിലായി. നിയമത്തിന് കീഴ്പ്പെടുന്നു. നിയമത്തിന്റെ കീഴിൽ മോഷണത്തിൽ വൈവിധ്യം നേടിയ അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു നമ്മുടെ ദൈവ സ്വഭാവമുള്ള ആ മനുഷ്യന്റെ വീട്ടിൽ മോഷണത്തിന് കയറുകയും അവിടുത്തെ കാവൽക്കാർ അവനെ പിടിക്കുകയും നിയമത്തിന് വിധേയനാക്കുകയും ചെയ്തു. അതേസമയം ദൈവഛായയുള്ള മനുഷ്യൻ ആർപ്പുവിളിയുടെയും പൂമാലകളുടെയും നടുവിൽ സന്തോഷാധിക്യത്താൽ പുളകിതനായി ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ആർത്തുലസിച്ചു. ഇവിടെ ആരാണ് കള്ളൻ? ഉത്തരം നിങ്ങൾ പറയണമെന്നില്ല. കാരണം ഉത്തരം ഒന്നേയും. ജീവിതം ഒരു കലയാണ്. കലാപരമായി ആരാണോ ചെയ്യുന്നത് അവനാണ് നല്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ശുഭാശംസകൾ.